ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഗൈസ്, നമ്മുടെ മാത്സിൻ്റെ സ്റ്റഡി വ്ളോഗിൻ്റെ കാര്യങ്ങളും എല്ലാവരും പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ ഡോണ്ട് സ്കിപ്പ് ഇറ്റ് ഗൈസ്. അടിപൊളി ഒരു വീഡിയോ ആണ്, ഡെഫിനറ്റ്ലി യു ഷുഡ് ലൈക്ക് ഇറ്റ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ മാത്സിൻ്റെ എക്സാം ആണ് ഗൈസ് നെക്സ്റ്റ് വരാൻ പോണത്. നമുക്കാകെ ഇനി 3 എക്സാം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മാത്സ്, മലയാളം സെക്കൻഡ് ആൻഡ് കെമിസ്ട്രി. ഈ മലയാളം സെക്കൻഡ് കെമിസ്ട്രി ഇല്ലേ, ദാറ്റ് ഇസ് സോ ഈസി. എനിക്ക് എന്തായാലും ഡെഫിനറ്റ്ലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം ഞാൻ കെമിസ്ട്രി ഒക്കെ എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടാണ് റിവിഷൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നോക്കേണ്ടത് എനിക്കാകെ മാത്സ് മാത്രമേ ഉള്ളൂ. മാത്സ് ആണ് ആ ഒരു ടഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഗൈസ് എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ സബ്ജക്റ്റും മാത്സ് ആണ്. എന്തൊരു അവസ്ഥയാന്ന് നോക്കി. ഓക്കെ, അതൊക്കെ പോട്ടെ, മഴിച്ചുകള. നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. മാത്സിനാകെ ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ഫ്രൈഡേ ആയി. സാറ്റർഡേ, സൺഡേ, മൺഡേ, പിന്നെ ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ. 5 ഡേയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. 5 ഡേയ്സ് മാത്രമേ ഉള്ളൂ. 6ാമത്തെ ഡേ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാത്സിന്റെ ദിവസത്തോട് കൂട്ടിയിട്ടാണ്. ഓക്കെ, അപ്പം 5 ഡേയ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഡയറക്റ്റ് വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഒന്ന് പോയിട്ട് ഇരിക്കുന്നത്. ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. സോ ദാറ്റ്സ് വൈ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സിന് ഇനി 5 ദിവസമേ ഉള്ളൂ. ഈ 5 ദിവസം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് മാർക്ക് കിട്ടും. അപ്പം ഈ ഒരു ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനൊരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ 3rd ടൈമാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറവായിരിക്കും. അപ്പം ലാസ്റ്റ് ടൈമിൽ ചാപ്റ്റേഴ്സ് ഇല്ലേ, ആ ചാപ്റ്റേഴ്സ് നമ്മൾ എക്സാമിൻ്റെ തലേദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസം പഠിച്ചാൽ മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു വെച്ചെന്ന് വെച്ചോ, അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളാകുമ്പോഴേക്കും നമ്മളത് മറന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ മറക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കോളാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം തേഴ്സ്ഡേ ആണെങ്കിൽ വെഡ്നെസ്ഡേ, ട്യൂസ്ഡേ ഈ 3rd ടൈം ഫുൾ കവർ ചെയ്യാനാണ്. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും മാക്സിമം കവർ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് നോക്കിയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബ് വീഡിയോസിൽ പ്രോബ്ലംസ് ചെയ്യണത് നോക്കിയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ സൈലം എക്സാമിനേഴ്സ് റിപ്പോർട്ട് റെഫർ ചെയ്തിട്ട് പഠിക്കാം. ഒന്നും തെറ്റല്ല കേട്ടോ. ഞാൻ ശരിക്കും എന്താ പറയുക എങ്ങനെ പഠിക്കാൻ കരുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട്സ് നോക്കിയിട്ടല്ല, ചാപ്റ്റർ നോട്ട്സ് നോക്കിയിട്ടല്ല, ട്യൂഷൻ ബുക്ക് നോക്കിയിട്ടാണ്. അതിൽ ഇത്തിരി കൂടി സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് നോക്കിയിട്ട് പഠിക്കാന്ന്. പിന്നെ ആണെങ്കിൽ നല്ല സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. സോ ഡോണ്ട് മൈൻഡ് ഇറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഞാനിപ്പോൾ എൻ്റെ രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി വ്ലോഗ് ഡേ 1 ആണ്. ആൻഡ് ഇന്ന് ഞാൻ ഇത്തിരി മാത്രമേ കാട്ടുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരിയാണ് ഞാൻ ഇന്ന് കവർ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. സോ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തിരി മാത്രമേ കാട്ടാൻ പറ്റുള്ളൂ. സോ എന്നാലും ഞാൻ ഇത്തിരി ഉള്ളത് കാട്ടിത്തരാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ടു അവർ സ്റ്റഡി വ്ലോഗ് ഡേ 1. ഗൈസ്, എനിക്ക് എന്തായാലും ഇന്നധികം ചാപ്റ്റേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. രാവിലെ തന്നെ പോകണം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നല്ല രാവിലെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററാണ്. അപ്പം ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണതിൻ്റെ ഇത്തിരി ക്ലിപ്സാണ് കേട്ടോ ഞാൻ കാട്ടിയിട്ടുള്ളത്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ എടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ചാർജ് അപ്പോഴേക്കും പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ഇത്തിരി ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ നോട്ടാണ് ഇപ്പോൾ റെഫർ ചെയ്യണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ട്യൂഷൻ ബുക്കാണ് റെഫർ ചെയ്യണതെന്ന്. പക്ഷേ ട്യൂഷൻ ബുക്കിൽ ആൻസേഴ്സ് ഇല്ല ഗൈസ്. കാര്യം ഞാൻ ട്യൂഷന് ചേർന്നത് വൈകിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസേഴ്സ് ഇല്ല, എഴുതിയിട്ടില്ല വർക്ക് ബുക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം നോട്ട് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നോട്ടിൽ ടീച്ചർ എഴുതി തന്ന റിയൽ നമ്പേഴ്സിൻ്റെ ചാപ്റ്റർ നോക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്ത് പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ എനിക്ക് എളുപ്പമാണ്, എന്നാലും എന്താ പറയുക ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വാല്യൂയുടെ ഒക്കെ കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് എടുത്ത് പറയുന്നത്.
പിന്നെ മിഡ് പോയിൻറ്റും ഡിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളാണ്. നല്ല സിമ്പിളാണ് കേട്ടോ, നല്ലൊരു ചാപ്റ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ചില ചാപ്റ്റേഴ്സൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണെന്ന് അറിയോ ഞാൻ പറഞ്ഞത്, പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. നല്ല അലമ്പ് ചാപ്റ്റേഴ്സാണെന്ന് ഞാൻ പറയും. നമുക്കാണെങ്കിൽ എങ്ങനെയാണെന്നൊരു എന്താ പറയുക, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും, പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു കിളിയും വരിയില്ല തലയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രൂവ് ക്വസ്റ്റ്യൻ അതുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ തട്ടിക്കൂട്ടി വിടും. എന്ന് വെച്ചാൽ റൈറ്റ് ആംഗിളാണോ ഓപ്പോസിറ്റ് ആംഗിളാണ് ഓൾട്ടർനേറ്റീവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഏകദേശം മാർക്ക് ഒപ്പിക്കാറുള്ളത് അതിന്. അപ്പം അതുപോലത്തെ ക്വസ്റ്റ്യൻസൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്രോയിങ് ക്വസ്റ്റ്യൻസാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. കാര്യം അതിനെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആണെങ്കിൽ പ്രോബ്ലംസ് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എങ്ങനത്തെ ടൈപ്പാണെന്ന് അറിയാം എനിക്ക് കൂടുതൽ ഇഷ്ടം, നമ്മുടെ എന്താ പറയുക, ഓൾജിബ്രിക് ആക്കിയിട്ട് എഴുതിയിട്ട് നമ്മൾ ഇക്വേഷൻ ആക്കിയിട്ട് അത് കട്ടൊക്കെ ചെയ്ത് കളയില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതുപോലത്തെയൊക്കെ വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഗൈസ്. എന്താ പറയുക, നിങ്ങളെ ഇവിടം വരെ എത്തി പഠിച്ചെന്ന് പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. ഞാൻ ഇന്നലെ ഒന്നും പഠിച്ചിട്ടില്ല. ഇന്ന് ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, പഠിക്കാനൊരു മൂഡ് പോലും ഇല്ല. ഞാൻ ഇന്നലെ അതുകൊണ്ട് വീഡിയോസും എന്താ പറയുക ഇട്ടില്ല കേട്ടോ. രാത്രി നമ്മുടെ സോഷ്യലിൻ്റെ റിവ്യൂ ഇട്ടു, അല്ലാതെ ഒന്നും ഇട്ടില്ല. അപ്പം ഇന്നലെ എൻ്റെ സാധാരണ ദിവസം അങ്ങനെയാണ് കേട്ടോ. ഞാൻ നല്ല ടൈമുണ്ട് പഠിക്കാനെന്ന് വിചാരിച്ചിട്ട് എക്സാം കഴിഞ്ഞ് വന്ന വഴി ഞാൻ ആ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് പോലും എടുക്കും. എനിക്കത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ എന്താ പറയുക, അങ്ങനെ എടുത്തു പോകുന്നതാണ്. എന്തായാലും ഞാൻ അത് മാറ്റണം എന്ന് വിചാരിക്കുന്നു. കാര്യം മാത്സ് ആണല്ലോ അടുത്ത എക്സാം. എനിക്ക് പേടിയായിട്ട് പാടില്ല കേട്ടോ. മാത്സ് എനിക്ക് നല്ല ടഫ് ആവാറുണ്ടല്ലോ അപ്പോഴും. പലർക്കും ഈസി ആയിരിക്കും മാത്സ് അല്ലേ, എനിക്ക് പക്ഷേ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ടഫാണ് ആവാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഈസി ആക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ ഞാൻ എന്തായാലും പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മിഡ് പോയിൻ്റ് ആട്ടോ ചെയ്ത് പഠിക്കുന്നത്. എല്ലാവരും ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യനാണ് നോക്കരുത് കേട്ടോ, ആൻസേഴ്സ് നോക്കുന്നില്ല. ആൻസേഴ്സ് അപ്പുറത്തെ പേജിലാണുള്ളത്. അപ്പം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഞാൻ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അറിയാത്തതൊക്കെ ഞാൻ ആൻസർ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും സോ ഹാപ്പി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ പാടമുള്ള എക്സാംസൊക്കെ തീർന്ന് കിട്ടിയല്ലോ. ഈ ഒരു മാത്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി എന്ന് പറയാം. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ആണെങ്കിൽ വെക്കേഷൻ പ്ലാൻസൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. Q&A ചെയ്യാം കേട്ടോ. Q&A എല്ലാവരും പറയുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഐ വിൽ അപ്ലോഡ്. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പോസ്റ്റൊക്കെ ഇടാം കേട്ടോ. പിന്നെ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും റിവ്യൂസും എല്ലാവരും പറയാനായിട്ട് മറക്കരുത്. ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും വലുതാണ്. താങ്ക് യു സോ മച്ച്. ഓ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. ഇതുപോലെ ഫുള്ളായിട്ട് ഇന്ന് എഴുതണം. ഇത്രയും കൂടി ഇട്ടിട്ട് എനിക്ക് റിയൽ നമ്പേഴ്സിൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. പഠിക്കുക എല്ലാവരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല മിസ്റ്റേക്സ് ഉണ്ടാവുന്നു. ബട്ട് എന്താ പറയുക, എനിക്കൊരു വേറെ വഴിയില്ല. നിങ്ങളാണെങ്കിൽ വീഡിയോ ചോദിച്ചെടുക്കുകയല്ലോ. അപ്പോൾ ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ കൂടിയാണ് അപ്ലോഡിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ ഈ യൂട്യൂബിൽ ഞാൻ ഇത്തിരി ഇന്നലത്തെ എക്സാം റിവ്യൂയുടെ വീഡിയോയിൽ ഇത്ര പേപ്പേഴ്സ് വേണ്ടി വന്നോ ആൻസേഴ്സ് എഴുതാനായിട്ട്, ഒരു 4-5 പേപ്പർ മതിയില്ലേ, അങ്ങനെയൊക്കെ കുറേ കമൻറ്റ്സ് കണ്ടു. റിയലി ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ എന്താ പറയാ, ഇത്ര വലിച്ചു വാരി എഴുതാന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമല്ല വലിച്ചു വാരി എഴുതാം. പിന്നെ പേപ്പർ മേടിക്കാന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം ഒന്നുമല്ല. നമ്മള് എന്താ പറയാ, മാക്സിമം പേപ്പേഴ്സിൽ എന്താ പറയാ ആൻസേഴ്സ് വേണം. അല്ലാതെ വെറുതെ പേപ്പർ മേടിച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കോ. എനിക്കാണെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് അപ്പം ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് പെട്ടെന്ന് എഴുതി പോവാണ്. പേപ്പേഴ്സിന്റെ കാര്യം നോക്കാനുള്ള മിസ് പേപ്പർ എന്ന് വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞ് മേടിച്ചോണ്ടിരിക്കുക. ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ 11 പേപ്പറോ ഞാൻ എഴുതിയതെന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സോ നിങ്ങളുടെ നെറ്റുകൾ കണ്ടിട്ട് എനിക്ക് അത്ഭുതമൊന്നും ഉണ്ടായില്ല. പിന്നെ ആണെങ്കിൽ കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു 11 പേപ്പർ അല്ല 12 പേപ്പർ വേണ്ടി വന്നു. അതൊക്കെ എന്താണ് ഗൈസ്, നമ്മള് എന്താ പറയാ, നമുക്ക് എക്സാമിന് വേണ്ടി വന്നു. അതിനിപ്പോ അത്രക്ക് ഒരു ഇതാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കുറെ പേര് പറയണ കണ്ടു കൂടുതൽ പേപ്പേഴ്സ് എടുക്കണം ഭയങ്കര ക്രെഡിറ്റ് പോലെയല്ല, ഒട്ടുമല്ല. സത്യം പറയാലോ 11 പേപ്പേഴ്സ് എടുത്തു എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ പേര് ചോദിക്കും എത്ര പേപ്പർ എടുത്തെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയാ ആൻസർ കൊടുക്കായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞതുകൊണ്ടാണ്. സോ
ഞാൻ ഇപ്പോഴും പറയാണ്, നമ്മൾ പേപ്പേഴ്സിന്റെ കണക്കല്ല നോക്കേണ്ടത്, നമ്മൾ ആൻസേഴ്സ് ആണ് നോക്കേണ്ടത്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് വലുതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറൊരു കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നു, എന്റെ ഹാൻഡ് റൈറ്റിംഗ് വലുതാണല്ലോ, എനിക്ക് 7 പേപ്പറേ വേണ്ടി വന്നോളൂ എന്ന്. അയ്യോ, എനിക്കാണെങ്കിൽ ഇന്നലെ ആ വീഡിയോയിലെ കമന്റ്സ് കണ്ടിട്ട് ഫുൾ തലങ്ങായിരുന്നു, എന്താ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ട്. എന്തായാലും അതൊക്കെ വായിച്ചു കളാം. എന്താ പറയാ, എഴുതി വരുമ്പോ അങ്ങനെ ആയതാണ്, അല്ലാതെ ഞാൻ 11 പേപ്പർ എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടല്ല. ഞാൻ എഴുതി വന്നപ്പോ 11 പേപ്പേഴ്സായി. എൻ്റെ ക്ലാസ്സിൽ വരെ 14 പേപ്പേഴ്സ് എടുത്ത കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഓക്കെ, അവരൊക്കെ പിന്നെ എങ്ങനെ മാർക്ക് മേടിക്കുക? 14 പേപ്പേഴ്സൊക്കെ മാക്സിമം വേണം ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. കാര്യം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്നത്തെ വീഡിയോന്റെ കമന്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. സോ ബൈ ഡിയേഴ്സ്.